ഹായ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്ന് ഹൗ ടു സ്റ്റാർട്ട് എ വെയിറ്റ് ലോസ് ജേർണി അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. എങ്ങനെ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാം. അപ്പം വെയിറ്റ് ലോസ് ജേർണി എങ്ങനെ ഇവിടുന്ന് തുടങ്ങണം എന്ന് അറിയാത്ത പലരും കാണും, അല്ലെങ്കിൽ തുടങ്ങിയിട്ട് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് പലരും കാണും. അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ആദ്യം വെയിറ്റ് ലോസ് ജേർണി തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം മെൻ്റലി ഒന്ന് പ്രിപ്പയർഡ് ആകുക. അതിന് വേണ്ടിയിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ആദ്യം എല്ലാവരും ചെയ്യുന്ന കാര്യം വെയിറ്റ് ലോസ് ജേർണി ചെയ്യണം, വെയിറ്റ് ലോസ് ഇങ്ങോട്ട് ഞാൻ വെയിറ്റ് ലോസ് സ്റ്റാർട്ട് ചെയ്യുക എന്നങ്ങോട്ട് പറഞ്ഞിട്ട് നേരെ പോയി കടയിൽ പോയി കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് വാങ്ങിച്ചു വെക്കുക. കുറേ പൈസ ഇതിൽ മുടക്കുക. ഗ്രീക്ക് യോഗട്ട്, മറ്റേ കീൻവ, മില്ലറ്റ്സ്, കുറേ പച്ചക്കറികൾ, ഇലക്കറികൾ, സാലഡ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ഒലീവ് ഓയിൽ എന്ന് വേണ്ട നല്ല പൈസ മുടക്കി എല്ലാം കൊണ്ടുവെക്കും. അന്ന് രാത്രി തന്നെ പുറത്ത് പോയി ഫുഡ് കഴിക്കുകയും ചെയ്തൊന്നും വെച്ചാൽ ഉണ്ടാക്കാതെ. അപ്പോൾ അങ്ങനെ ചെയ്യാതെ ആദ്യം നിങ്ങൾ നമുക്കൊരു മെൻ്റൽ കൺട്രോളാണ് വേണ്ടത്. ഇത് ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എൻ്റെ വീഡിയോസ് സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അതൊരു റെപ്യൂട്ടേഷനായിട്ട് തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറയുന്ന അതൊരു എന്താ പറയുക, എന്നെ സംബന്ധിച്ച് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അത് മെൻ്റലി നിങ്ങൾ പ്രിപ്പയർഡ് ആയില്ലെങ്കിൽ ഇത് നിങ്ങൾ ചിലപ്പോൾ 1-2 ദിവസം ഇതൊക്കെ ഓടിക്കും, പിന്നെ 3-ാമത്തെ ദിവസം ഡ്രോപ്പ് ചെയ്യും. നിങ്ങൾക്ക് ആ ഒരു മെൻ്റൽ കൺട്രോൾ വരണം. നിങ്ങൾക്ക് ഫുഡിനോടുള്ള ഒരു കൺട്രോൾ വരണം, ഒരു പോർഷൻ കൺട്രോൾ ചെയ്യാനുള്ള ഒരു മാനസികാവസ്ഥ വരണം. അതൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ മനസ്സിനെ അത് പറഞ്ഞ് പഠിപ്പിക്കണം. നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ നല്ലതായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അത് മാറാൻ വേണ്ടിയിട്ടാണ്. അത് ഭാവിയിൽ ഒരു ലൈഫ് ത്രെട്ടനിങ് ഒരു ഇതിലേക്ക് വന്നേക്കാം. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങളിപ്പം വെയിറ്റ് കുറയ്ക്കണം എന്നുള്ളത് നിങ്ങൾ ശരിക്കും നിങ്ങളുടെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിച്ചില്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത് നിങ്ങൾ ഡ്രോപ്പ് ചെയ്യത്തുള്ളൂ. കാരണം ഇത് നല്ല ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഇത് എന്താ പറയുന്നത്, നമുക്ക് നല്ല ക്ഷമ വേണ്ട ഒരു കാര്യമാണ്. ഇത് ഒറ്റ രാത്രി കൊണ്ട് അല്ലെങ്കിൽ ഒരു 10 ദിവസം കൊണ്ട്, അല്ലെങ്കിൽ ഒരു ഹെൽത്തി വെയിറ്റ് ലോസ് ആണെങ്കിൽ എന്താ പറയുന്ന ഒരു 3-4-5 മാസമെങ്കിലും അതിന് വേണ്ടിയിട്ട് ചിലവഴിക്കണം. അപ്പം അത്രയും ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം അങ്ങനെയുള്ള ഒരു സംഭവത്തിന് നമ്മൾ കുറച്ച് മാനസികമായി ഒരു മെൻ്റലി പ്രിപ്പയർഡ് ആവേണ്ടത് അത്യാവശ്യമാണ്. കാരണം നിങ്ങൾ അത്രയും നാളും കഴിച്ചു വന്ന കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യണം, അല്ലെങ്കിൽ അത് ലിമിറ്റ് ചെയ്യണം. അത് വളരെ കുറച്ചേ കഴിക്കാവുള്ളൂ. അതല്ലാത്ത കുറേ കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം. അതിന് പക്ഷേ ഭയങ്കര വലിയ ടേസ്റ്റ് ഒന്നും കാണത്തില്ല. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചിന്തിക്കണം. ചിന്തിച്ച് ആ ഒരു 4 സൈഡും ചിന്തിച്ചിട്ട് മാത്രമേ ഈ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി തിരിക്കാവുള്ളൂ. നിങ്ങൾക്ക് അതിന് നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഡയറ്റ് ചെയ്യുന്നുണ്ട്, ഞാൻ അങ്ങനെയാണെന്നൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ അതല്ല, നിങ്ങൾക്ക് ശരിക്കും എന്താ പറയുന്നത് നല്ലൊരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യണം, നിങ്ങൾക്ക് വെയിറ്റ് ലോസ് വേണം, നിങ്ങൾക്ക് നിങ്ങളുടെ അസുഖങ്ങളൊക്കെ നിങ്ങൾക്ക് മാറി നല്ല രീതിയിലാവണം എന്ന് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനൊരു എന്താ പറയുന്നത് ആ സാധനങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതിന് മുമ്പേ തന്നെ നിങ്ങൾ അതിന് ശരിക്കും മെൻ്റലി ആണ് പ്രിപ്പയർഡ് ആവേണ്ടത്. പിന്നാണ് പതിയെ നിങ്ങൾക്ക് എന്താ പറയുന്നത് ബാക്കി പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങാം. ഫുഡിൻ്റെ കാര്യത്തിലുള്ള നിങ്ങൾ ഈ കുറേ സംഗതികൾ പുറത്തുനിന്ന് വാങ്ങുന്നതിന് പകരം നിങ്ങളുടെ കയ്യിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ച് തന്നെ നല്ല രീതിയിൽ നിങ്ങൾ ഫുഡ് ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. അത് ഹെൽത്തി ആയിട്ട് എങ്ങനെ കഴിക്കാം എന്ന് ചിന്തിച്ച് വേണം നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ. അല്ലാതെ അത് വേണം ഇത് വേണം, മീൻസ് യോഗേർട്ട് വേണം, ഒലിവ് ഓയിൽ വേണം, എന്താ പറയുന്നത് ലെറ്റ്യൂസ് വേണം, അത് വേണം ഇത് വേണം എന്നൊക്കെ ഇങ്ങനെ അതെല്ലാം വേണം എങ്കിലേ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാവൂ എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. കാരണം എപ്പോഴും ഏത് സാഹചര്യത്തിലും നമുക്ക് എന്താ പറയുന്നത് ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ള രീതിയിൽ തന്നെ നിങ്ങൾ മനസ്സിനെ പഠിപ്പിച്ച് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രിപ്പയർഡ് ആകുക. ഒരു മെൻ്റലി പ്രിപ്പയർഡ് ആകുക എന്നുള്ളതാണ് ഭയങ്കര എന്നെ സംബന്ധിച്ച് അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. ചിലർക്ക് കേൾക്കുമ്പോൾ അത് ഇത്ര വലിയ കാര്യമാണോ എന്ന് തോന്നും. അപ്പോൾ പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയാതെ ശരിക്കും നമ്മൾ അതിന് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗോൾ അച്ചീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നെക്സ്റ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ശരിക്കും വെയിറ്റ് ലോസിന് വേണ്ടിയിട്ട് ഇത്ര കിലോ കുറയ്ക്കാം, എനിക്കൊരു 10 കിലോ കുറയ്ക്കണം, ആ ഒരു ടാർഗറ്റ് മാത്രം മനസ്സിൽ വെച്ചൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യല്ല. അതായത് നിങ്ങൾക്കൊരു നല്ല ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യണം എന്ന് മനസ്സിൽ വിചാരിച്ച് നിങ്ങൾ ആ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യണം. എങ്കിലേ ഈ വെയിറ്റ് പിന്നീട് കൂടാതിരിക്കത്തുള്ളൂ.
അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾക്കിപ്പം ഒരു 10 കിലോ കുറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ടാർഗറ്റ് വെയിറ്റിൽ എത്തിക്കണം. പക്ഷെ നിങ്ങൾ ടാർഗറ്റ് വെയിറ്റിൽ എത്തിയോണ്ട് മാത്രം കാര്യമല്ലേ ആയില്ല. നിങ്ങൾക്ക് പിന്നെയും ഈ നിങ്ങളുടെ അസുഖങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളത് ഒരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം. അതും ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അപ്പം അതാണ് നിങ്ങൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യം. ഇത് ഒരു ഇപ്പോഴത്തേക്കുള്ള ഒരു കാര്യമല്ല, ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ്. എങ്കിൽ മാത്രമേ എനിക്ക് ലൈഫ് ലോങ് ഈ ഒരു എൻ്റെ ഒരു ഹെൽത്തി വെയിറ്റിൽ എനിക്കിരിക്കാൻ പറ്റത്തുള്ളൂ. എൻ്റെ പല അസുഖങ്ങളിൽ നിന്നും എനിക്കൊരു മുക്തി കിട്ടത്തുള്ളൂ. അപ്പം അതുകൊണ്ട് ഇതൊരു ലൈഫ് സ്റ്റൈലാക്കി മാറ്റണം. അല്ലാതെ ഒരു 5 കിലോ കുറയ്ക്കുക, 10 കിലോ കുറയ്ക്കുക, അതിൽ മാത്രം ഒതുങ്ങുന്ന ഒരു കാര്യമല്ല. വെയിറ്റ് കുറയ്ക്കണം, ഹെൽത്തി വെയിറ്റിലെത്തണം, അതിൻ്റെ കൂടെ ഒരു നല്ല ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യണം. ആ ഒരു പോയിന്റും നിങ്ങൾ മനസ്സിൽ വെച്ചിട്ട് മാത്രമേ ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാവുള്ളൂ. പിന്നെ നിങ്ങളുടെ കറന്റ് ലൈഫ് സ്റ്റൈൽ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യണം. നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പം എന്തൊക്കെ മിസ്റ്റേക്കുകളാണ്, എന്തൊക്കെ അൺഹെൽത്തി കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ മൂവ്മെൻറ്റ്സ് എങ്ങനെയാണ്, നിങ്ങൾ എന്തെങ്കിലും വർക്കൗട്ടുകൾ ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾ എത്ര നേരം നിങ്ങൾ ഉറങ്ങുന്നുണ്ട്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നിങ്ങളൊന്ന് അനലൈസ് ചെയ്യുക. എന്തൊക്കെ അൺഹെൽത്തി കാര്യങ്ങൾ കഴിക്കുന്നുണ്ട്, എന്തൊക്കെ ഹെൽത്തി കാര്യങ്ങൾ നിങ്ങൾ കഴിക്കുന്നുണ്ട്, അതൊക്കെ ഒന്ന് അനലൈസ് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് എന്തൊക്കെ മാറ്റണം, എന്തൊക്കെ ഉൾക്കൊള്ളിക്കണം എന്നുള്ള ഒരു ഒരു ബോധം നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ ഫുഡ് കഴിക്കുന്ന കാര്യത്തിൽ തന്നെ ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾ എന്തെല്ലാം അൺഹെൽത്തി കഴിക്കുന്നുണ്ട് അതെല്ലാം നിങ്ങൾക്കൊന്ന് ഒഴിവാക്കണം. എന്തൊക്കെ ഹെൽത്തി കഴിക്കണം, അപ്പോൾ അതൊക്കെ കുറച്ചുകൂടെ നിങ്ങൾക്ക് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യണം എന്നുള്ള ഒരു കറക്റ്റ് ഐഡിയ കിട്ടും. അപ്പം ഇപ്പോഴത്തെ ലൈഫ് സ്റ്റൈലും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കണം. എന്തൊക്കെ നിങ്ങൾ ഡെയിലി എന്തൊക്കെ റുട്ടീൻസ് ആണ്, എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നിങ്ങൾ കഴിക്കുന്നത്. പിന്നെ വണ്ണം വെക്കുന്ന എന്തൊക്കെ ഫുഡ് ഐറ്റംസ് കഴിക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊന്ന് അനലൈസ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും എന്തൊക്കെ ഒഴിവാക്കണമെന്നുള്ളത്. പിന്നുണ്ടല്ലോ, ഇപ്പം ഇത്രയൊക്കെ ചെയ്തു, നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ നിങ്ങൾ എല്ലാം തയ്യാറായി. ഇനി നിങ്ങൾ ഓൾറെഡി BMI ഒക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കും. എല്ലാവർക്കും അറിയാം ഇപ്പം അവർ ഓവർ വെയിറ്റിലാണോ ഒബിസിറ്റിയിലാണോ എന്നൊക്കെ ചെയ്യുന്ന. ഇന്നത്തെ കാലത്ത് BMI കാൽക്കുലേറ്റ് ചെയ്യാൻ അറിയാത്തവരൊക്കെ വളരെ കുറവായിരിക്കും. ഏത് റേഞ്ചിലാണ് നിങ്ങൾ നിൽക്കുന്നത്, നിങ്ങൾക്ക് എത്ര കിലോ കുറയ്ക്കണം എന്നൊക്കെ ഉള്ള ഒരു ഐഡിയ ഉള്ളവരായിരിക്കും. ഇപ്പം ഗൂഗിളിൽ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും എങ്ങനെയാണ് BMI കാൽക്കുലേറ്റ് ചെയ്യുന്നത്. BMI കാൽക്കുലേറ്റർ തന്നെയൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി നിങ്ങൾ അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരിക്കില്ല. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങളുടെ അടുത്തുള്ള ഒരു ഫിസിഷ്യനെ പോയി കാണുക. അപ്പം ആ ഫിസിഷ്യൻ ആരാണോ നിങ്ങൾക്ക് മിക്കവാറും കാണുമല്ലോ നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും നിങ്ങൾ സ്ഥിരമായി കാണുന്ന ഒരു ഡോക്ടർ, ആ ഡോക്ടറുമൊക്കെ ആയിട്ടൊന്ന് സംസാരിച്ച് നിങ്ങൾക്ക് ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യേണ്ട അത്യാവശ്യമായിട്ടുള്ള കാര്യം. കാരണം ഈ വണ്ണം എവിടുന്നാണ് വന്നേ എന്ന് നമുക്കറിയണമല്ലോ. ചുമ്മാതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വണ്ണം വെക്കും, ചില ഹെൽത്തി ആയിട്ട് വണ്ണം ഉള്ളവരും ഉണ്ട്. അങ്ങനെ ഓരോരുത്തരുടെയും ബോഡി ടൈപ്പ് പലതല്ലേ. മീൻസ് ചിലർ ഹെൽത്തി ആയിരിക്കും, പക്ഷെ അവർ ചിലപ്പം ഇച്ചിരി ഓവർ വെയിറ്റ് ആയിരിക്കും. പക്ഷെ അവർ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്യുമ്പോഴും അവരുടെ ബാക്കി പല കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ അവർ ഹെൽത്തി ആയിരിക്കും. മെഡിക്കലി അവർ ഹെൽത്തി ആയിരിക്കും, പക്ഷെ അവർ കാഴ്ചയിൽ കുറച്ച് വണ്ണം ഉണ്ടായിരിക്കും. അവരൊരു കുറച്ച് ഓവർ വെയിറ്റ് ആയിരിക്കും. മിക്കവാറും പേർക്കും ഓവർ വെയിറ്റ് ഒബിസിറ്റി ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കാണും. ഇതുപോലെ തൈറോയിഡ്, PCOS, PCOD, ഈ പറഞ്ഞ ഡയബറ്റിസ്, ഫാറ്റി ലിവർ, അങ്ങനെയുള്ള ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിലേതെങ്കിലുമൊക്കെ കാണുമായിരിക്കും. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ എന്താണ് ആ ഒരു ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ അറിയാൻ പറ്റും എന്താണ് നിങ്ങളുടെ വണ്ണത്തിൻ്റെ കാര്യം. ആ വണ്ണത്തിൻ്റെ കാര്യം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ ഏത് രീതിയിൽ ഫുഡ് കഴിക്കണം എന്ന് നമുക്ക് നിശ്ചയിക്കാൻ പറ്റത്തുള്ളൂ. ആ ഒരു എന്താണോ ആ കാര്യം, ആ കാര്യത്തിനനുസരിച്ച് ഫുഡ് കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റും കുറയത്തുള്ളൂ. നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലംസ് നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പം പീരീഡ്സ് മിസ്സാകുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ കാണുമായിരിക്കും. എന്തെങ്കിലുമൊക്കെ ഹെൽത്ത് പ്രോബ്ലംസ്, ഭയങ്കരമായ മുടി കൊഴിച്ചിൽ, ഭയങ്കരമായ ക്ഷീണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ അലട്ടുന്നുണ്ടെങ്കിൽ, അതൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ആ ഒരു എന്താണോ നിങ്ങളുടെ പ്രോബ്ലം, ആ പ്രോബ്ലത്തിൻ്റെ രീതിയിൽ നിങ്ങൾ ഫുഡ് കഴിച്ചാൽ മാത്രമേ അത് ശരിയാവത്തുള്ളൂ. അപ്പം നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം ഒരു ബ്ലഡ് ടെസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാകും എന്താണെന്നുള്ളത്. അങ്ങനെ
എന്താണെന്ന് കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ എന്താ പറയുന്നത്, നിങ്ങൾക്ക് ആ രീതിയിൽ ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ നിങ്ങൾ ഇന്നത്തെ കാലത്ത് പല ഇതുപോലെ എന്നെ പോലെ വീഡിയോ ചെയ്യുന്നവരുടെ വീഡിയോസൊക്കെ അവൈലബിൾ ആണ്. അത് നോക്കി അതൊക്കെ സ്വന്തമായി അവരവർ ചൂസ് ചെയ്യുക എങ്ങനെ ഏത് രീതിയിൽ വെയിറ്റ് കുറയ്ക്കണം എന്നുള്ള, അങ്ങനെ വെയിറ്റ് കുറയ്ക്കുക. അല്ലെങ്കിൽ ഡോക്ടർ തന്നെ എന്തെങ്കിലുമൊക്കെ ഒരു വഴി പറഞ്ഞു തരും, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് പറ്റത്തില്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിനെ കണ്ട് അവരുടെ രീതിയിൽ എന്താ പറയുന്നത് വെയിറ്റ് കുറയ്ക്കുക. ഇതാണ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. ഇത്രയും കാര്യങ്ങൾ തുടക്കത്തിൽ ചെയ്യണം. അതല്ലാതെ നിങ്ങൾ ചുമ്മാ എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നടക്കത്തില്ല. എൻ്റെ അനുഭവം കൊണ്ട് പറയാം. ഞാൻ ആദ്യം എൻ്റെ വെയിറ്റ് ലോസ് ജേർണിയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആദ്യമൊക്കെ ഞാൻ വെയിറ്റ് ലോസ് ജേർണി ഞാൻ ചെയ്തിട്ട് അതൊക്കെ കുളവായി പോയിട്ടുണ്ട്. പിന്നെ അതൊന്നും സക്സസ് ആയി വന്നതിന് ഭയങ്കര സൈഡ് എഫക്ട്സ് എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുന്നത്, ഞാനൊരു പ്രോപ്പറായിട്ടുള്ള ഒരു രീതി ചെയ്തപ്പോഴാണ് എനിക്ക് അതിനൊരു റിസൾട്ട് വന്ന് തുടങ്ങിയത്. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ വെയിറ്റ് ലോസ് ജേർണി ചെയ്യാൻ തീരുമാനിച്ചു, നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ഈ ഒരു രീതി ചെയ്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ച ഒരു വ്യക്തിയാണ്, വേറെ ആരും സമീപിക്കുന്നില്ല, സ്വന്തമായിട്ട് തന്നെ വെയിറ്റ് കുറയ്ക്കണം എന്ന് വിചാരിച്ച ഒരാളാണെങ്കിൽ നിങ്ങൾ ഇതിൽ കാണുന്ന പോലെ ഒത്തിരി കാര്യങ്ങളൊന്നും വാങ്ങിച്ചു കൂട്ടാൻ ശ്രമിക്കല്ല. അതായത് എന്താ പറയുന്നത്, കുറേ ഇങ്ങനെയുള്ള എന്താ പറയുക, കുറേ കാര്യങ്ങളൊന്നും വാങ്ങിച്ചുകൂടാതെ അവനവൻ്റെ വീട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾ ഹെൽത്തി ആയിട്ടൊരു ഡയറ്റ് ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കണം. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ പട്ടിണി കിടന്ന് വെയിറ്റ് കുറയ്ക്കാമെന്ന് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കില്ല. അത് നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് തിരിച്ചടിക്കത്തേ ഉള്ളൂ, ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകത്തേ ഉള്ളൂ. നിങ്ങൾ പട്ടിണി കിടന്ന് പോകും, അല്ലെങ്കിൽ ചിലർ വാട്ടർ ഡയറ്റ് ചെയ്യും, ജ്യൂസ് ഡയറ്റ് ചെയ്യും. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചിലപ്പം എന്താ പറയുന്നത് ഭയങ്കരമായ തിരിച്ചടി ഉണ്ടാകും. ചിലപ്പോൾ നിങ്ങളുടെ വണ്ണം ഒരു മാസം 1.5 മാസം കൊണ്ടൊക്കെ നിങ്ങളുടെ 10-15 കിലോ ഒക്കെ കുറയുമായിരിക്കും. പക്ഷേ നിങ്ങൾക്കത് തിരിച്ചടിയെ കിട്ടത്തുള്ളൂ. തിരിച്ചടി നല്ലപോലെ അനുഭവിക്കേണ്ടി വരും. നിങ്ങൾക്ക് പല ഡെഫിഷ്യൻസീസ് വരും. അതുകൊണ്ട് ആ ഒരു ചിന്ത നിങ്ങൾ അങ്ങ് മാറ്റി വെക്കുക. പട്ടിണി കിടന്ന് എന്താ പറയുന്നത് വെയിറ്റ് കുറയ്ക്കാമെന്നുള്ള ഒരു ചിന്ത അങ്ങ് മാറ്റി വെക്കുക. എന്നിട്ട് എങ്ങനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ വെയിറ്റ് കുറയ്ക്കാമെന്ന് ചിന്തിക്കുക. നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പ്രോപ്പറായിട്ടുള്ള ഫുഡ് കഴിച്ച് തന്നെ നമുക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റും. അപ്പം പ്രധാനമായും കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇപ്പം എൻ്റെ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ എല്ലാ മീലിലും ഇതിപ്പോൾ പറയുമ്പം ഇതൊക്കെ ഇങ്ങനെയുള്ള വീഡിയോസ് സ്ഥിരമായിട്ട് കേൾക്കുന്നവരാണെങ്കിൽ അവർക്കതൊരു എന്താ പറയുക റെപ്യൂട്ടേഷൻ ആയിരിക്കും. കാരണം എല്ലാ മീലിലും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യുക. അതിന് പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്യാൻ പറയുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്രേവിങ്സ് കുറയും. അങ്ങനെ എല്ലാ മീലിലും നിങ്ങൾ പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്താൽ. പിന്നെ നമ്മുടെ പ്രോട്ടീനെ കുറിച്ചൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ് എന്ന് വെച്ച് ഓവർ ആകുകയും ചെയ്യില്ല. നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള പ്രോട്ടീൻ മാത്രം നിങ്ങൾ കഴിക്കുക. അതല്ലാതെ നിങ്ങൾ എന്താ പറയുക ഹൈ പ്രോട്ടീൻ ഡയറ്റ് എന്ന് പറഞ്ഞാൽ കുറേ പ്രോട്ടീൻ കഴിക്കില്ല. നിങ്ങൾ എന്തൊക്കെ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ ആക്ടിവിറ്റി ലെവൽ അനുസരിച്ച് മാത്രം നിങ്ങൾ പ്രോട്ടീൻ കഴിക്കുക. അതിപ്പം ഒരു സെഡൻഡറി ആയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ അപ്പം 70-80 kg ഉള്ള വ്യക്തി, ഓവർ വെയിറ്റ് ആണ്, 80 kg ഉള്ള വ്യക്തിയാണെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ ഒരു ദിവസം കഴിക്കുക. അതാണ് അത് സെഡൻഡറി ആയിട്ടുള്ള വ്യക്തി. അതായത് നിങ്ങൾ വേറെ വർക്കൗട്ടും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾക്ക് വണ്ണം കുറയ്ക്കണം, ഡെയിലി ഉള്ള വീട്ടിനകത്തുള്ള മൂവ്മെന്റ്സ് മാത്രമേ ഉള്ളെങ്കിൽ നിങ്ങൾക്ക് 80 കിലോ ആണെങ്കിൽ 80 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും ഒരു ദിവസം. അപ്പം അങ്ങനെ കഴിക്കുമ്പം നിങ്ങൾ ഡെയിലി നിങ്ങളുടെ എന്താ പറയുന്നത് എല്ലാ മീലിലും പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ, നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പ്രോട്ടീൻ ഇൻക്ലൂഡ് ചെയ്താൽ തന്നെ ഏകദേശം നമുക്ക് കിട്ടേണ്ട പ്രോട്ടീനൊക്കെ അന്നത്തെ ദിവസത്തേക്ക് ആകും. അല്ലാതെ എക്സ്ട്രാ പ്രോട്ടീൻ പൗഡർ വാങ്ങേണ്ട ഒരു ആവശ്യമില്ല. അതൊക്കെ ജിമ്മിലൊക്കെ പോയി നല്ലതായിട്ട് പണിയെടുക്കുന്നവർക്കാണ് ഈ പ്രോട്ടീൻ പൗഡറിൻ്റെ ഒക്കെ ആവശ്യമുള്ളത്. പിന്നെ വെജിറ്റബിൾസ് എല്ലാ മീലിലും വെജിറ്റബിൾസ് ഇൻക്ലൂഡ് ചെയ്യുക. ഈ സാലഡ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറയുമ്പം നിങ്ങൾ കുറേ ഇങ്ങനെ പലതരം സാലഡ്സിൻ്റെ റെസിപ്പീസ് ഇറങ്ങുന്നുണ്ട്. അതൊന്നും വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ഡിന്നറിൻ്റെ കൂടെ നിങ്ങൾ കുറച്ച് കുക്കുംബറും ക്യാരറ്റും എക്സ്ട്രാ കഴിച്ചാൽ മാത്രം മതി. അത്രയും നിങ്ങൾ ചെയ്താൽ മതി. എന്താ പറയുന്നത് ഒരുപാട് ഇങ്ങനെ പൈസ ചിലവാക്കി അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമില്ല.
ആ ഒരു കാര്യം ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കുറച്ച് സാലഡ്സ് എല്ലാവരും കുക്കുംബറും ക്യാരറ്റും കൊണ്ട് തന്നെ നമുക്ക് സാലഡ്സ് ആവും. പിന്നെ വേറെ ഒന്നും കഴിക്കാതെ ഈ സാലഡ് മാത്രം ഒരു മീലായിട്ട് കഴിക്കുമ്പോഴാണ് അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ കഴിക്കേണ്ടത്. ഇപ്പം നിങ്ങൾ ചോറുണ്ണുന്നുണ്ട്, കുറച്ച് ചോറ് അതല്ലാതെ വീട്ടിൽ അമ്മ വെക്കുന്ന കൂട്ടാൻ കഴിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ കുറച്ച് കുക്കുംബറും ക്യാരറ്റും കൂടെ കഴിക്കുക. അത്രയും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അതല്ലാതെ അതിന് വേണ്ടിയിട്ട് കുറേ എക്സ്ട്രാ എഫേർട്ട് ഇടേണ്ട ഒരു കാര്യമില്ല. നമ്മൾ വീട്ടിൽ വെക്കുന്ന തന്നെ ഭക്ഷണങ്ങൾ നിങ്ങൾക്കൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. അതിൻ്റെ ഒരു പോർഷൻ കൺട്രോളാണ്. പോർഷൻ കൺട്രോൾ ചെയ്താൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. ഇപ്പം ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ പ്ലേറ്റിൽ നോക്കുമ്പം നിങ്ങൾക്ക് എന്താണോ നിങ്ങൾ ആ നേരം കഴിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അതിൻ്റെ അളവ് കുറഞ്ഞിരിക്കുക. ബാക്കി വെജിറ്റബിൾസിൻ്റെ അളവ് കൂടിയിരിക്കുക. പ്രോട്ടീൻ അത് കഴിഞ്ഞിട്ട് പ്രോട്ടീൻ്റെ അളവ്, പിന്നെ ഏറ്റവും കുറവ് കാർബിൻ്റെ അളവ്. ആ ഒരു ഇതിൽ ഏറ്റവും കുറവ് കാർബ്, ഏറ്റവും കൂടുതൽ വെജിറ്റബിൾസ്, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഇടയിൽ നിൽക്കുന്ന ഒരു അളവായിരിക്കണം പ്രോട്ടീനിന്. ഇങ്ങനെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾ കഴിച്ചാൽ തന്നെ നിങ്ങളുടെ ഇത് ശരിയാവും. പിന്നെ എനിക്ക് അനുഭവമുള്ള കാര്യം, എനിക്ക് വർക്കായിട്ടുള്ള ഒരു കാര്യമാണ് ഇയർലി ഡിന്നർ എന്നുള്ളത്. അതായത് ഒരു 7 മണിക്ക് മുമ്പെങ്കിലും ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ച്, ചിലർക്ക് പറ്റത്തില്ലായിരിക്കും, പലരും എന്നോട് തന്നെ ഇൻസ്റ്റഗ്രാമിലൊക്കെ മെസ്സേജ് അയക്കുമ്പോൾ പറ്റില്ല, എനിക്ക് ആ സമയത്ത് പറ്റത്തില്ല, കുറച്ചുകൂടെ ലേറ്റ് ആയാൽ അല്ലെങ്കിൽ രാത്രി വിശക്കുമെന്ന്. പക്ഷെ എന്നെ സംബന്ധിച്ചൊക്കെ എനിക്കൊരു 5:30-6 മണിയൊക്കെ ആകുമ്പം ഡിന്നർ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ കഴിക്കാറില്ല. പ്രത്യേകിച്ച് ആഴ്ചയിൽ 5 ദിവസം വീക്ക് ഡേയ്സിൽ ഞാൻ കഴിക്കാറില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ വീക്കെൻഡ്സിലായിരിക്കും കഴിക്കുന്നത്. അപ്പം അങ്ങനെ അങ്ങനെ ഒരു ഏർലി ഡിന്നർ നിങ്ങൾക്ക്, അങ്ങനെ ഒരു സ്വഭാവം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയാൽ നല്ലതാണ്. ഒരു നേരത്തെ ഫുഡ് കഴിക്കുക എന്നുള്ളത്. ഒരു 7 മണിയൊക്കെ ആവുമ്പം തന്നെ നിങ്ങളുടെ ഡിന്നർ അവസാനിപ്പിച്ചാൽ തന്നെ കിടക്കാൻ നേരമാകുമ്പോൾ നമ്മുടെ വയറ് ഭയങ്കര ഫ്രീ ആവും. നിങ്ങൾക്ക് വെയിറ്റ് കുറയാൻ അത് നല്ലപോലെ സഹായിക്കും. എൻ്റെ അനുഭവമാണ് പറയുന്നത്. ഞാൻ പലതും പറഞ്ഞു കേട്ടിട്ടുണ്ട്, അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലാതെയും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് അങ്ങനെയല്ല. എനിക്ക് ഏർലി ഡിന്നർ ഭയങ്കരമായിട്ട് വർക്കായിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പ്രത്യേകിച്ച് ഇത് നല്ലോണം വർക്കായിട്ടുണ്ട്. അപ്പം ഏർലി ഡിന്നർ ശീലിക്കുക, അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നുള്ള ഒരു കാര്യം, പതുക്കെ ഒന്നും ചെയ്യാതിരിക്കുന്ന വ്യക്തികളാണെങ്കിൽ പതുക്കെ കുറച്ചൊക്കെ നടത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുക. ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഡെയിലി ഒരു 1000 സ്റ്റെപ്സ് നടന്നാൽ തന്നെ നമുക്ക് ഇതാവും. അപ്പം ആദ്യം ഒരു 1000 സ്റ്റെപ്സ് നടക്കുക, പിന്നെ അതൊക്കെ ഇങ്ങനെ കൂട്ടി കൊണ്ടുവരിക. നടത്തമാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നെങ്കിൽ. ജിമ്മിലൊക്കെ പോകാൻ റെഡി ആയിട്ടുള്ളവരൊക്കെ ആണെങ്കിൽ അതൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. പതുക്കെ ഓരോ ചെറുതായിട്ടൊക്കെ ജിമ്മിലൊക്കെ പോയി സ്റ്റാർട്ട് ചെയ്ത് അപ്പം ജിമ്മിൽ പോകുന്നവർക്ക് അവരുടെ ഒരു ട്രെയിനർ ഉണ്ടെങ്കിൽ ആ ട്രെയിനർ പറയുന്ന അനുസരിച്ച് നിങ്ങൾ ഫുഡും നിങ്ങളുടെ പ്രോട്ടീൻ്റെ ഇൻടേക്കും ഒക്കെ കറക്റ്റ് ആക്കുക. ഇനി ജിമ്മിലൊന്നും പോകാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ പതുക്കെ നിങ്ങളുടെ നടത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ആദ്യത്തെ ഒരു 1 വീക്ക് ഒരു 1000 സ്റ്റെപ്സ് നടക്കുക, പിന്നെ ഒരു 2000 സ്റ്റെപ്സ് നടക്കുക, പിന്നെ ഒരു 3000 സ്റ്റെപ്പ്. അങ്ങനെ കൂട്ടി നിങ്ങളുടെ ബോഡി മൂവ്മെന്റ് കൂട്ടി കൊണ്ടുവരിക. അങ്ങനത്തെ പല കാര്യങ്ങളൊക്കെ ട്രൈ ചെയ്യാം. അങ്ങനെ ട്രൈ ചെയ്യാതെ വെയിറ്റ് ഈ കലോറി കുറച്ച് തന്നെ ഫുഡ് കഴിച്ച് ഫുഡിൽ തന്നെ കൺട്രോൾ ചെയ്ത് വെയിറ്റ് കുറച്ചവരും ഉണ്ട്. പക്ഷേ ഞാൻ പറയുന്ന കുറച്ചൊരു ബോഡി മൂവ്മെന്റ് വേണം, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിന് ചീത്തയാണ്. കുറച്ചൊരു നടത്തമെങ്കിലും നമ്മുടെ ബോഡി ഒന്ന് എനർജറ്റിക് ആയിട്ട് നിർത്താൻ വേണ്ടിയിട്ടും അത് നമ്മുടെ ശരീരത്തിന് ഭയങ്കര നല്ലതാണ്. കുറച്ചൊരു നടത്തമൊക്കെ നിങ്ങളുടെ വെയിറ്റ് ലോസ് ജേർണിയിൽ ഇൻക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു കാര്യമാണ്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക. പിന്നെ സ്ലീപ്പ് കറക്റ്റ് ആക്കുക. കൂടുതൽ സ്ട്രെസ് മനസ്സിലേക്ക് എടുത്ത് വെക്കാതിരിക്കുക. പിന്നെ ഈ വെയിങ് സ്കെയിൽ നോക്കി സ്ട്രെസ് അടിക്കാതിരിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് ആ ഒരു ഇത് നിങ്ങളെ കൊണ്ട് സാധിക്കും. നിങ്ങളൊരു കറക്റ്റ് രീതിയാണ്. നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ വെയിറ്റ് ലോസിന് കാരണം എന്നറിഞ്ഞു മീൻസ് വെയിറ്റ് ഗെയിനിന് കാരണം എന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രീതി നിങ്ങളുടെ ഫുഡ് നിങ്ങൾ ശരിയാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ വെയിറ്റ് കുറയും. അത് ഉറപ്പായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം
അത് കറക്റ്റായിട്ടാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം, നിങ്ങൾ അതിന് കുറച്ച് സമയം കൊടുക്കുക, ആ ഒരു പേഷ്യൻസ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ഉണ്ടാവും. അപ്പം അങ്ങനത്തെ കുറച്ച് ആ ഒരു പേഷ്യൻസ് ഉണ്ടാക്കുക. ഇങ്ങനെ വെയിങ് സ്കെയിലിൽ നോക്കി സ്ട്രെസ് അടിക്കാതെ. ചിലർക്ക് വെയിറ്റ് ലോസിലും ഉപരി ഫാറ്റ് ലോസ് ആയിരിക്കും ഉണ്ടാകുന്നത്. അപ്പം നിങ്ങളുടെ ഡ്രസ്സിനൊക്കെ ആയിരിക്കും ആ ഒരു ഇഞ്ച് ലോസ് ഒക്കെ സംഭവിക്കുന്നത്, വെയിറ്റിനെക്കാട്ടിലും ഉപരി. അപ്പം പഴയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചൊന്ന് നോക്കുക, ഇട്ട് നോക്കുക, അപ്പോൾ അറിയാൻ പറ്റും ഇഞ്ച് ലോസ് സംഭവിച്ചിട്ടുണ്ടോ. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് എന്താ പറയുന്നത് ശ്രദ്ധിക്കുക. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഒരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യുമ്പം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഞാനീ പറഞ്ഞ കാര്യങ്ങൾ. അതല്ലാതെ നിങ്ങൾ എടുത്ത് ചാടി കുറേ ഫുഡ് വാങ്ങിച്ച് അത് എന്നിട്ട് കഴിക്കാൻ ശ്രമിക്കുക, അതല്ല വേണ്ടത്. ആദ്യം നിങ്ങൾ നിങ്ങളെ തന്നെ അതിനൊന്ന് പ്രിപ്പയർഡ് ആക്കുക. പിന്നെ ഒരു ഡോക്ടറെ പോയി കാണുക. നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ബ്ലഡൊക്കെ ടെസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണ് നിങ്ങളുടെ ഇഷ്യൂസ് എന്ന് മനസ്സിലാക്കുക. ആ ഇഷ്യൂസിനനുസരിച്ച് നിങ്ങൾ ഫുഡ് കഴിച്ചു തുടങ്ങുക. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു എന്താ പറയുന്നത് ന്യൂട്രീഷനിസ്റ്റിനെ കാണുകയാണെങ്കിൽ അങ്ങനെ കാണുക. അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെയാണെങ്കിൽ സ്വന്തമായിട്ട് ആ ഒരു രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോവുക. ഇപ്പം പല വീഡിയോസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അത് ആ ഒരു രീതി എല്ലാം നോക്കിക്കണ്ട് ചെയ്യുക. അതല്ലാതെ എടുത്തു ചാടി ചെയ്യുന്നത് അത്ര എടുത്തു ചാടി ഇതൊന്നും അറിയാതെ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ മനസ്സിലാക്കാതെ നിങ്ങൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത് കൊണ്ട് വലിയ പ്രയോജനമില്ല. അപ്പം എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇങ്ങനെയാണ് നിങ്ങളൊരു വെയിറ്റ് ലോസ് ജേർണി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.